ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ 55 പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ആ ലിസ്റ്റ് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, നേതാക്കളുടെ താല്പര്യങ്ങൾ, ചില മണ്ഡലങ്ങൾ തങ്ങൾക്ക് വേണം എന്ന നിലയിലുള്ള നേതാക്കളുടെ താല്പര്യം, ഇതൊക്കെയുള്ള പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ഇപ്പോഴും ആ തർക്കാവസ്ഥയിൽ തന്നെയാണോ? 55 മണ്ഡലങ്ങൾ 2 ദിവസം കഴിഞ്ഞാണെങ്കിലും അല്പം വൈകിയൊക്കെ ആണെങ്കിലും കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ശ്രീ ജയചന്ദ്രൻ. അതെ ശരത്ത്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശന്റെ വിസ്മയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സംശയമില്ലാതെ നമ്മൾ അംഗീകരിക്കണം. സതീശൻ ഇത്രമേൽ വിസ്മയഭരിതനായി കാര്യങ്ങൾ ഇത്ര നന്നായി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചല്ലോ എന്നതോർത്ത് നമ്മളും വിസ്മയിക്കുക. അതാണ് വേണ്ടത്. കാരണം കോവളത്ത് വിൻസെന്റിന് സീറ്റുണ്ട്. എന്തായിരുന്നു? പെണ്ണുപിടി എന്നുള്ളതായിരുന്നു ആരോപണം. അതേ ആരോപണം നേരിട്ട പെരുമ്പാവൂര് എൽദോസിന് സീറ്റില്ല. അവിടെ എൽദോസിനെതിരെ ഉണ്ടായ ആരോപണം പെണ്ണുപിടിയൻ എന്നുള്ളതായിരുന്നല്ലോ. അതേ സമാനമായ ആരോപണം നേരിട്ട പി കെ ശശിക്ക് പെണ്ണുപിടിയൻ എന്ന ആരോപണം CPM-ൽ നേരിട്ട് പുറത്തായ ശശിക്ക് സീറ്റുണ്ട്, കൊടുക്കും. അതാണ് ചില വിസ്മയങ്ങൾ. അപ്പോ ഇപ്പോഴത്തെ വിസ്മയം വനംവകുപ്പ് മന്ത്രി, പഴയ ഒരു വനംവകുപ്പ് മന്ത്രി ആയിരുന്നതാണ് കെ സുധാകരന് സിംഹം എന്നും സിംഹം എന്നും പേര് കിട്ടിയത് കേരളത്തിലെ പൊളിറ്റിക്കൽ സർക്കിളിൽ. അപ്പൊ ആ സിംഹം ഇപ്പൊ എവിടെ നിൽക്കുന്നു? അദ്ദേഹമാണത്രേ, കേൾക്കുന്നതാണ്, എനിക്ക് അതിന് തെളിവൊന്നും ചോദിച്ചാൽ അതിനെ തരാനില്ല, കേൾക്കുന്നതാണ്, അദ്ദേഹമാണ് ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം, ആരെ, KPCC പ്രസിഡന്റിനെ എന്ന് പറഞ്ഞ് അരയും തലയും മുറുക്കി അനുയായികളെ രംഗത്തേക്ക് ഇറക്കി ബാനറും ഈ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അത് മറ്റൊരു വിസ്മയം. ഇതൊക്കെ കൂടെ കേട്ട് AICC നേതൃത്വം സഹികെട്ട് ഇവിടെ ഈ തലവേദന വേണ്ട, നിങ്ങൾ കേരളത്തിൽ പോയി തീരുമാനിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് തള്ളി എല്ലാവരും കൂടി ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അത് മറ്റൊരു വിസ്മയമാണ്. അപ്പൊ ഈ വിസ്മയങ്ങളുടെ ഒരു കൂട്ടം തന്നെ തരികയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് കാണേണ്ടത്. നമ്മളത് അങ്ങനെ തന്നെ കാണണം. ഞാൻ പറയുന്നതിന്റെ കാര്യം, കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, UDF ഒന്നാകെ ഇത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് എന്ന് സ്വയം പറയുന്നു, മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഈ കമ്മിറ്റികളിലുടനീളം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു. എന്നിട്ട് നടപ്പാക്കുന്ന രീതി ഇത്തരത്തിൽ തലതിരിഞ്ഞ പരിപാടികളുമാണ്. ആ മറുഭാഗത്ത് താങ്കൾ തന്നെ സൂചിപ്പിച്ചത്, ശരത്ത് തന്നെ പറഞ്ഞല്ലോ, എത്രമേൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് LDF അവരുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ഈ റോഡ് ഷോ അടക്കം, മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് എത്രമേൽ കരുത്ത് കാട്ടിക്കൊണ്ടാണ് LDF ഫീൽഡിൽ ഉള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇലക്ഷൻ കാലത്ത് നമ്മൾ കാണുന്ന എന്താണ്? 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമേൽ ദുർബലമായിട്ടാണ് UDF മുന്നണിയിലെ കോൺഗ്രസിലെ നേതാക്കൾ, ഘടകകക്ഷികളെ ഓരോ വിഭാഗത്തിലുള്ള നേതാക്കൾ എത്രമേൽ ദുർബലരായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. എത്രമേൽ ദുർബലമായിട്ടായിരുന്നു അവരുടെ അവസ്ഥ. മാധ്യമങ്ങൾക്ക് പോലും അവരെ ഇന്ന് ശക്തിയായി പിന്താങ്ങുന്ന മാധ്യമങ്ങൾക്ക് പോലും UDF-നെ അത്ര കണ്ട് പിന്താങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു 2016 ഇലക്ഷനിൽ UDF ഫേസ് ചെയ്തിരുന്നത്. ആ 10 വർഷം കഴിഞ്ഞ് ഇപ്പോ LDF എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് ജനങ്ങളെ? മാധ്യമങ്ങളൊന്നും LDF-നെ താങ്ങാനില്ല. ശരത്ത് തന്നെ പറഞ്ഞല്ലോ, വലിയ കലാപം ഇതിൻ്റെ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞ ഗോവിന്ദൻ ഇഷ്ടിയൊക്കെ, TK ഗോവിന്ദൻ ഇഷ്ടിയൊക്കെ എടുത്തുകൊണ്ട് മാധ്യമങ്ങൾ തന്നെയാണല്ലോ വന്നത്. അതിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി അടക്കം റോഡ് ഷോ നടത്തിക്കൊണ്ട് കരുത്ത് കാട്ടിയത്? സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന് എങ്ങനെയാണ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് LDF ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്? ഭരിച്ച് നശിപ്പിച്ച കേരളം എന്ന് പറഞ്ഞ UDF ഈ തരം കിട്ടുമ്പോഴെല്ലാം ഇപ്പതാ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റജീം ഇവിടെ പറയാൻ പോകുന്നത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. LDF ഭരിച്ചു പിടിച്ച 10 വർഷങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ജനങ്ങളെ ബോധവൽക്കരിച്ച്, ഇതാണ് എപ്പോഴും പറയുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കുക പറഞ്ഞ ഉദ്ദേശം എന്താണെന്നറിയാമോ? ജനങ്ങൾക്ക് ബോധമില്ലാഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പൊ ബോധവൽക്കരിച്ച് UDF-ന് അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഇവരെ. അതായത് ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം. കേൾക്കാമോ താങ്കൾക്ക് ഞാൻ പറയുന്നത്?
ഈ പറഞ്ഞത് കേൾക്കാം 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 ഒരു കാര്യം കേൾക്കാം. ഒരു കാര്യം മാത്രം, അതായത് 2016 അധികാരത്തിലിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ വിശേഷിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ കോലാഹലങ്ങളുണ്ട്. കെ ബാബു ഒക്കെ മാറി നിൽക്കേണ്ടി വന്നത്, സീറ്റ് തഴയപ്പെട്ട സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 2016 ശേഷം 2026 10 വർഷത്തിന് ശേഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിലനിൽക്കുന്നത് ആ കാലത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള തർക്കങ്ങളാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അയ്യോ, അത് സംശയമുണ്ടോ? എവിടെ PK ജയലക്ഷ്മിക്ക് സീറ്റുണ്ടോ ശരത്തെ? ഇതുവരെ ഞാൻ കണ്ടില്ല കേട്ടോ. ജയലക്ഷ്മിക്ക് സീറ്റുണ്ടോ? ഈ സണ്ണി കപ്പിക്കാടിനെ കണ്ടോ എവിടെയെങ്കിലും ആ ലിസ്റ്റിൽ? കണ്ടില്ല. സണ്ണി കപ്പിക്കാട് മാറ്റി വെക്കാം തൽക്കാലത്തേക്ക്. ഇവരുടെ ഗോത്രവർഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രിയുമായിരുന്നു ജയലക്ഷ്മി. പിന്നെ അതുപോലെ തന്നെ NM വിജയന്റെ മരണം ഡയറക്റ്റ് കുറ്റാരോപനായ മനുഷ്യനാണല്ലോ IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണൻ സീറ്റ് ഉണ്ട്, അതല്ലേ സ്ഥിതി. അപ്പൊ ഇതെന്താണ്? ഇവരാരെയാണ് പ്രതിനിധീകരിക്കുന്നത്? കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത് ഏത് ആശയത്തെയാണ്, ഏത് ജനവിഭാഗത്തെയാണ് എന്നുള്ളത് ജനങ്ങൾക്കാണ് പ്രശ്നം. ജനങ്ങളാണ് ആശയക്കുഴപ്പത്തിൽ. അതുകൊണ്ട് തന്നെ ആ ആശയക്കുഴപ്പം അവരിപ്പോ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആ ആശയക്കുഴപ്പം ജനങ്ങൾ മറികടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് അവർക്ക് ഇപ്പോഴേ തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ, അവരുടെ ഈ ഇനാക്റ്റീവ്നെസ് കൊണ്ട് തന്നെ. ഞാൻ താങ്കളിലേക്ക് വരാം, ശ്രീ ജയചന്ദ്രൻ വരാം.